ഖുർആനിൽ പവിത്രമായ 4 മാസങ്ങളുണ്ട് എന്ന പരാമർശം നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ആ പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളുടെ പേര് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നില്ല. എന്നാൽ വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്ന ഒരേയൊരു മാസം അത് റമളാൻ മാസമാണ്. നമുക്ക് സന്നിഹിതരായിരിക്കുന്ന വിശുദ്ധ റമളാൻ മാസം. ഏതു സാഹചര്യത്തിലാണ്, ഏതു സന്ദർഭത്തിലാണ് റമളാനിനെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്നത്, പരാമർശിച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 185 ആയത്തിലാണ് നമുക്കത് കാണാൻ കഴിയുക. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാനിനെ പരാമർശിക്കുവാനുള്ള കാരണം എന്താണ്? ഷഹ്റു റമളാൻ, റമളാൻ എന്ന് പറയുന്ന മാസം, അല്ലദീ, അതെങ്ങനെയുള്ള മാസമാണ്? ഉൻസില ഫീഹിൽ ഖുർആൻ, അതിൽ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ള മാസമാണ് റമളാൻ എന്ന പരാമർശത്തിലാണ് റമളാനിനെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. തൊട്ടുശേഷമായി വിശുദ്ധ ഖുർആനുമായിട്ട് കൃത്യമായി വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാണ് ഖുർആൻ എന്ന്. ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. വിശുദ്ധ ഖുർആനിൽ എന്താണ് എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഏതെങ്കിലും അല്പം വിശ്വാസികൾ റമളാനിലോ അല്ലാത്തപ്പോഴോ പള്ളിയിലിരുന്ന് പാരായണം ചെയ്യേണ്ടുന്ന ഒന്നായിട്ടല്ല ഖുർആനിനെ ഖുർആൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. മറിച്ച് ഹുദൽ ലിന്നാസ്, മാലോകർക്കു മുഴുവൻ ആളുകൾക്കും സന്മാർഗമായിക്കൊണ്ട്, വഴികാട്ടിയായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് ഖുർആൻ തന്നെയാണ്. അപ്പൊ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ, അതൊരു അന്ധമായ വിശ്വാസമല്ല. മനുഷ്യന്റെ ബുദ്ധിയോട് സംസാരിക്കുന്നു, മനുഷ്യന്റെ ബുദ്ധിയോട് അവന് നേർവഴി കാണിച്ചു കൊടുക്കുന്നു എന്നാണ്. ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഫുർഖാൻ എന്നുകൂടി ചേർത്ത് പറയുന്നു. ശരിയേത്, സത്യമേത്, ധർമ്മമേത്, അതോടൊപ്പം അസത്യമേത്, തിന്മയേത്, അധർമ്മമേത് എന്ന് വ്യക്തമായി ഏതാണ് സത്യം, ഏതാണ് ശരി, ഏതാണ് തിന്മ എന്ന് വരച്ചു കാണിച്ചു തരുന്നൊരു ഗ്രന്ഥം കൂടിയാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ ഇത് പരാമർശിക്കുന്നത് ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച മാസമാകുന്നു റമളാൻ. എന്നിട്ടോ ആ ഖുർആനിന്റെ പ്രത്യേകത എണ്ണി പറയുകയാണ്. ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്ക് സന്മാർഗമായി കൊണ്ടും നേർവഴി കാട്ടിക്കൊടുത്തുകൊണ്ടും സത്യവും അസത്യവും വേർതിരിച്ചു മനസ്സിലാക്കി കാണിക്കുന്നതുമായ, അത് തെളിവുകളായി സമർത്ഥിക്കുന്നതായ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമളാൻ. ഈ റമളാൻ മാസത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉള്ളത്. അപ്പോ ജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കാനും അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കാനും അവർക്ക് ശരിയായ വഴി തെളിച്ചു കൊടുക്കുവാനും വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ ശരിയായ വഴിയിലൂടെ സമൂഹം നടന്നു പോകുന്നുണ്ടോ എന്ന, നമ്മുടെ ഉമ്മത്തിനെ മാത്രം എടുത്തു നോക്കിയാൽ ഈ നേർമാർഗം കാണിച്ചു കൊടുക്കേണ്ടുന്ന വിശുദ്ധ ഖുർആൻ കൈകളിലെടുത്ത് പാരായണം ചെയ്യുന്ന ആളുകൾ, അതേപോലെ തന്നെ ഒരു മാസക്കാലയളവ്, ഒരു വർഷത്തിലെ ഒരു മാസം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് നന്മകൾ അധികരിപ്പിച്ച് പട്ടിണി കിടന്ന് നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾ, ഈ ഖുർആനിനെ സ്വീകരിച്ചുകൊണ്ട് ഈ കർമ്മങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടും വീണ്ടും എന്തേ അധാർമികതകളിലേക്ക് മനുഷ്യൻ പോകുന്നു, സമൂഹം എന്തുകൊണ്ട് തിന്മകളിലേക്ക് പോകുന്നു എന്നതിൻ്റെ ഉത്തരം എന്താണ്? ഖുർആനിന്റെ ആളുകളാണ്, അവർക്ക് ശരിയായ ബോധനം നൽകപ്പെട്ടിട്ടുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, വിശ്വാസം അവർക്കിടയിലുണ്ട്. എന്നിട്ടും എന്താണ് തിന്മകളിലേക്ക് ഈ ഉമ്മത്ത് പോകുന്നു, അല്ലെങ്കിൽ ഈ സമൂഹം പോകുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം പല കാരണങ്ങളും നമുക്ക് ഭൗതികമായി പറയാനുണ്ടാവാം. പക്ഷേ ഒരു ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് പറയുകയെങ്കിൽ ഖുർആനിൽ നിന്ന് ഈ ഉമ്മത്ത് അകന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഖുർആൻ എന്താണോ ഈ ഉമ്മത്തിനോട് കൽപ്പിക്കുന്നത് അത് വെറും വായന കൊണ്ട് നമുക്കത് നേടിയെടുക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ അതിന്റെ കാരണമെന്നാണ്. നോക്കൂ നിങ്ങൾ, ഖുർആൻ പറയുന്നത് ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം
ഏറ്റവും ശരിയായതിലേക്ക് വഴിതെളിക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ. ഏറ്റവും ശരിയായത് ഏതാണോ, ശരിയായ മാർഗം ഏതാണോ, അവിടേക്കാണ് വിശുദ്ധ ഖുർആൻ വഴിതെളിക്കുന്നത് എന്നാണ്. ഇനി ഈ സംസാരം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്, ശരിയായ വഴി കാണിച്ചു തരുന്ന ഖുർആൻ, ജനങ്ങൾക്ക് മുഴുവൻ ഹുദയായിട്ടുള്ള ഖുർആൻ, സത്യമേത് അസത്യമേത് എന്ന് വേർതിരിച്ചു മനസ്സിലാക്കി തരുന്ന ഖുർആനുമായിട്ട് എനിക്കെന്തു ബന്ധമുണ്ട് എന്നാ. റമദാന് തുടങ്ങിയിട്ടേ ഉള്ളൂ, എത്ര പേജുകൾ ഓതാൻ കഴിഞ്ഞു, എനിക്ക് തുടങ്ങാൻ കഴിഞ്ഞുവോ എന്ന് ചിന്തിച്ചു നോക്കൂ. ഖുർആനിനെ എടുത്തൊന്ന് പാരായണത്തിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടോ എന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന എത്ര വർഷത്തെ ആയുസ്സുകൾ, 30, 40, 50, അതിൽ കുറവും കൂടുതലും 70-ലധികം വർഷം കിട്ടിയിട്ട് ഈ ഖുർആനിനെ എൻ്റെ ജീവിതത്തോട് ചേർത്തു നിർത്താൻ, ആ ഖുർആനുമായിട്ടൊരു ശരിയായ ബന്ധം സ്ഥാപിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന ചോദ്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. എന്താണ് നമ്മുടെ മുന്നിലുള്ള തടസ്സം? ഖുർആനിനെ ശരിയായി മനസ്സിലാക്കുന്നതിന് നമ്മുടെ മുന്നിലുള്ള തടസ്സം എന്താണ്? ഈ ദുനിയാവിലെ വിഷയത്തിൽ ആഗ്രഹിച്ചത് മുഴുവൻ നേടിയെടുക്കാൻ എങ്ങനെയും പരിശ്രമിക്കാൻ നമ്മൾ റെഡിയാണ്. മക്കൾക്ക് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവരുടെ ജോലിക്ക് വേണ്ടി, വിവാഹത്തിന് വേണ്ടി എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കാനും നമ്മൾ റെഡിയാണ് എന്നാണ്. കച്ചവടത്തിന്റെ ലാഭത്തിന് വേണ്ടി പുതിയ പദ്ധതികൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോ വർഷാവർഷത്തിൽ നമ്മുടെ പുതിയ പദ്ധതികൾ, കച്ചവടത്തിലായാലും ജീവിതത്തിലായാലും കൃത്യമായ പ്ലാനുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു വീട് വെക്കണം, പ്ലാൻ ഉണ്ട്. ഒരു ബിസിനസ് തുടങ്ങണം, കൃത്യമായ പ്ലാനിങ്ങുകളുണ്ട്. സ്ഥാപനം വികസിപ്പിക്കണം, എല്ലാത്തിനും പ്ലാനുകളുണ്ട്. ദുനിയാവിന്റെ വിഷയത്തിലെല്ലാം നമ്മൾ റെഡിയാണ്. ഖുർആനിനെ പഠിക്കാൻ എന്തു പ്ലാനാണ് ഞാൻ ഇട്ടത്? 45 വർഷമായി, 45 വയസ്സായി എനിക്ക്, 32 വയസ്സായി എനിക്ക്, 70 കഴിഞ്ഞു എനിക്ക്. ഖുർആൻ പഠിക്കാൻ എന്തു പദ്ധതിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആവിഷ്കരിച്ചത് എന്ന ചോദ്യത്തിന് പ്രിയപ്പെട്ടവരെ എന്തു മറുപടിയാണ് നമുക്ക് പറയാനുള്ളത്? ചിലർക്ക് പറയാനുണ്ടാവുക പ്രായത്തെക്കുറിച്ചാണ്. പ്രായം ഇനി ആ ഖുർആൻ പഠിച്ചാൽ എൻ്റെ ഹൃദയത്തിലേക്ക് കയറില്ല എന്ന് പരിതപിക്കുന്നവരുണ്ട്. എന്തിന് വിഷമിക്കണം? എന്തിനതൊരു തടസ്സമായി നമ്മൾ കാണണം? ദുനിയാവിന്റെ വിഷയത്തിൽ പ്രായാധിക്യം തടസ്സമാകാത്ത പല വിഷയങ്ങളുമുണ്ട്. മൊബൈൽ ഫോൺ പുതിയതായിട്ട് പേരക്കുട്ടി വാങ്ങിത്തന്നപ്പോൾ അതിൽ എങ്ങനെ കോള് ചെയ്യണം, പേരക്കുട്ടിയെ കൂടെ ഇരുത്തി നമ്മൾ പഠിച്ചു. വൈഫൈ എങ്ങനെ കണക്ട് ചെയ്യണം, എങ്ങനെയാണ് വീഡിയോ കോൾ ചെയ്യുക, ബാങ്കിൽ വരി നിൽക്കാതെ എങ്ങനെ പേയ്മെന്റുകൾ നടത്താം, ഇതൊക്കെ 60-ാമത്തെയും 50-ാമത്തെയും വയസ്സിൽ നേടിയെടുക്കുന്നവരുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസുകൾ നേടിയെടുക്കുന്നവരുണ്ട്. ദുനിയാവിന്റെ വിഷയങ്ങൾക്ക് പ്രായം ഒരു തടസ്സമല്ല. ഖുർആനുമായിട്ട് വരുമ്പോൾ മാത്രം അത് അന്ന് മദ്രസയിൽ പോകാൻ പറ്റിയില്ല, നല്ല ബുദ്ധിയുള്ള സമയത്ത് അതിന് മാറ്റിവെക്കേണ്ടതായിരുന്നു, അന്ന് സാഹചര്യം അങ്ങനെയായിപ്പോയി, ഞാൻ അധ്വാനിക്കേണ്ട രൂപത്തിൽ ഞാൻ ഇറങ്ങിപ്പോയി, എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. ദുനിയാവിലെ ആവശ്യമെന്ന് തോന്നുന്ന എല്ലാത്തിനും സമയവും പ്രയത്നവും മാറ്റിവെക്കുമ്പോൾ ഖുർആൻ പഠിക്കുന്നിടത്ത് മാത്രം എന്താണ് പ്രിയപ്പെട്ടവരെ പ്രായത്തിന്റെ തടസ്സം നമ്മൾ പറയുന്നത് എന്നാണ്. ചിലരെങ്കിലും പ്രാരാബ്ധത്തെ കുറിച്ച് പറയാറുണ്ട്, അതൊന്നും പഠിക്കാൻ എനിക്ക് സമയമില്ല, ഞാൻ എൻ്റെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാട് വിടുകയാണ്, ഇതിനിടയിൽ എവിടെയാണ് എനിക്ക് സമയം എന്ന് ഒരുപക്ഷെ ജീവിതത്തിൽ ഹൃദയത്തിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് കടന്നു വന്നവരെല്ലാം ജീവിതത്തിലെ തിരക്കുകളെല്ലാം കഴിഞ്ഞുകൊണ്ടായിരുന്നില്ല അവർ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ സമയം കണ്ടെത്തിയിരുന്നത് എന്നാണ്. ഭക്ഷണം കിട്ടാതെ, ഭക്ഷണം കഴിക്കാനില്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ തലകറങ്ങി വീണിരുന്ന സ്വഹാബാക്കൾ ഉണ്ടായിരുന്നു എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുക സമയത്ത് ആരെങ്കിലുമൊക്കെ ഭക്ഷണം കൊണ്ടുതരൂ, ആരെങ്കിലും ഒക്കെ ഭക്ഷണം കൊണ്ടുതരൂ എന്ന് പറയുന്ന അവസ്ഥയുണ്ടാകുന്നു എന്നാണ്. വിശപ്പിന്റെ വേദന സഹിക്കാൻ കഴിയാതെ, രാത്രി ഉറങ്ങാൻ കഴിയാതെ വിരിപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ യാത്രക്കിടയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുന്നുണ്ട്. കാറ്റുകൊള്ളാൻ ഇറങ്ങിയതല്ല, വിശപ്പിന്റെ വേദന കൊണ്ട് ഉറക്ക് കിട്ടാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അവർ ഒന്നിച്ചു ചേരുന്ന ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. അവർക്ക് അന്ന് രാത്രി ഭക്ഷണം ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പട്ടിണിയോ ജീവിതത്തിലെ മറ്റു പ്രാരാബ്ദങ്ങളോ ഖുർആൻ പഠിക്കുന്നിടത്ത് സ്വഹാബാക്കൾക്ക് തടസ്സമായിരുന്നില്ല. നമ്മൾ എന്തു ന്യായമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാനുള്ളത്? അവിടെയാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. വലഖദ് യസ്സർന, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലഖദ് യസ്സർന, ഖുർആനിനെ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. ലിദ്ദിക്ർ, എന്തിനു വേണ്ടിയിട്ടാ? ചിന്തിച്ചു മനസ്സിലാക്കാൻ.
ഖുർആനിനെ എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു ചിന്തിച്ചു മനസ്സിലാക്കാൻ, ആലോചിച്ചു മനസ്സിലാക്കാൻ. എന്നിട്ട് ചോദിക്കുകയാണ്, ഫഹൽ മിൻ മുദ്ദക്കിർ, ആരുണ്ടടോ ചിന്തിച്ചു മനസ്സിലാക്കുന്നവർ? ആരുണ്ടടോ നിങ്ങളുടെ കൂട്ടത്തിൽ ഖുർആനിനെ ചിന്തിച്ചു മനസ്സിലാക്കുന്നവർ ആരുണ്ട് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഖുർആനിനെ യഥാർത്ഥത്തിൽ ചിന്തിച്ചു മനസ്സിലാക്കുന്ന ഒരു രൂപത്തിലേക്ക് നാം മാറിയിട്ടുണ്ടോ എന്ന ചോദ്യം ഉണ്ടാകണമെന്ന്. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ, നരകത്തെക്കുറിച്ചുള്ള ആയത്തുകൾ ഓതുമ്പോ വല്ലാത്തൊരു ഭീതി ഹൃദയത്തിലുണ്ടായി. ഒരു വേള ഖുർആൻ അടച്ചു വെച്ചിട്ട് റബ്ബേ എന്നെ ആ നരകത്തിൽ ഉൾപ്പെടുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കുന്നു. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോ ചുണ്ടിലൊരു പുഞ്ചിരി വന്ന് റബ്ബേ ആ സ്വർഗം എനിക്ക് കിട്ടണേ എന്ന് പറയുന്നു. പർവ്വതത്തെക്കുറിച്ചും കൃഷികളെക്കുറിച്ചും കാലികളെക്കുറിച്ചും പറയുമ്പോ അതിൽ അത്ഭുതം കൂറുന്നു. വിശുദ്ധ ഖുർആനിന്റെ ദൃഷ്ടാന്തത്തെക്കുറിച്ച് ആലോചിക്കുന്നു. ശിക്ഷകളെക്കുറിച്ച് പറയുമ്പോൾ രക്ഷ ചോദിക്കുന്നു. രക്ഷകളെക്കുറിച്ച് പറയുമ്പോൾ അത് കിട്ടണമെന്ന് ആലോചിച്ച് പുഞ്ചിരിയും അതേപോലെ തന്നെ പ്രയാസവും സന്തോഷവും ഇടകലർന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. എവിടെ നിന്നോ അറബി കൂട്ടി എഴുതി വായിക്കാൻ പഠിച്ചതിന്റെ പിറകെ അതങ്ങ് വെറുതെ ഒരു വായന മാത്രം നടത്തി ആ ഒരു സമയത്ത് അത് നോമ്പ് തുറയെക്കുറിച്ച് ആലോചിക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു, കടബാധ്യതകളെ കുറിച്ച് ആലോചിക്കുന്നു, പല ദുനിയവിയായ വിഷയങ്ങളെ കുറിച്ച് ആലോചിക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ പേജുകൾ മറിഞ്ഞു പോകുന്നു. ഇതല്ല ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ചിന്തിച്ചു മനസ്സിലാക്കാൻ കഴിയണമെന്നാണ്. വിശുദ്ധ ഖുർആനിനെ ചിന്തിച്ചു മനസ്സിലാക്കണം. പലപ്പോഴും നമ്മുടെ നാടുകളിൽ ഖുർആൻ പഠിക്കുക അല്ലെങ്കിൽ മക്കളെ ഹാഫിളുകളാക്കുക എന്നത് ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. അത് ശരിയാണ്, ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഹാഫിളായി എന്നതുകൊണ്ട് എന്തായില്ല, ഖുർആൻ പരിപൂർണമായി മനസ്സിലാക്കി എന്നതല്ല അർത്ഥം. ഹാഫിളായി എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിലേക്കുള്ള ആലിമാകാനുള്ള ഒരു തുടക്കം ലഭിച്ചു എന്നാണ് പലപ്പോഴും സംഭവിക്കുക. ആ മക്കളെ പഠിപ്പിക്കുന്നു, ഖുർആൻ പഠിപ്പിക്കുന്നു, അവര് പരിപൂർണമായി ഹാഫിളുകളാകുന്നു, ഹാഫിളത്തുകളാകുന്നു. തുടർന്ന് ജീവിതത്തിലേക്ക് ഖുർആൻ കടന്നു വരുന്നില്ല. ജീവിതത്തിൽ ഖുർആൻ കടന്നു വരാനുള്ള ഒരു സാഹചര്യം മക്കൾക്ക് വീടുകളിൽ ഉണ്ടാകുന്നില്ല. ഹാഫിളായി എന്നതുകൊണ്ട് എല്ലാം ആയില്ല എന്നാണ്. ഞാൻ നിസ്സാരവൽക്കരിക്കുകയല്ല. അത് ഏറ്റവും ഉചിതമായ, ഏറ്റവും നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ്. പക്ഷേ ഖുർആൻ മനഃപ്പാടമാക്കി എന്നതുകൊണ്ടായില്ല, അതിൻ്റെ അർത്ഥം ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. ഒരു ചോദ്യം ചോദിക്കുക, നമ്മളൊക്കെ ഇരുന്ന് ആലോചിക്കാം. നമ്മളൊക്കെ ഒരു ദിവസം എത്ര തവണ സൂറത്തുൽ ഫാത്തിഹ ഓതാറുണ്ട്? ഏറ്റവും ചുരുങ്ങിയ നിർബന്ധ നമസ്കാരത്തിലെ ഫാത്തിഹയുടെ എണ്ണം ഒന്ന് എടുത്തു നോക്കൂ. എത്ര തവണയാണ് സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഒരു ദിവസം പാരായണം ചെയ്യുന്നത്? എത്ര കാലമായി സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാൻ തുടങ്ങിയിട്ട്? സൂറത്തുൽ ഫാത്തിഹയുടെ അവസാനത്തിൽ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്താണ് ആ പറയുന്നതിന്റെ അർത്ഥം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് ആരെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ സംസാരിച്ചത്? ഏതു വിഭാഗത്തെ കുറിച്ചാണ് പറഞ്ഞത്? കോപിച്ചവരുടെ മാർഗത്തിലല്ല എന്നാണ് അർത്ഥം അറിയുന്ന ആളുകളും. അതാരെയാണ് അള്ളാഹു കോപിച്ചത്? വഴിപിഴച്ചു പോയവരുടെ മാർഗത്തിലുമല്ല. ആരാണ് വഴിപിഴച്ചു പോയവർ? ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ആലോചിക്കുക. എനിക്കത് ക്ലിയർ അല്ല എങ്കിൽ, എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല എങ്കിൽ അതിലൊന്ന് ക്രൈസ്തവരെ കുറിച്ചാണ്, ഒന്ന് യഹൂദികളെ കുറിച്ചാണ്. ഇതിൽ ഏതാണ് ക്രൈസ്തവരെ കുറിച്ച്, ഏതാണ് യഹൂദികളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയിൽ പരാമർശിച്ചത് എന്ന് ഈ സംസാരം കേൾക്കുമ്പോൾ ഈ ഭവനത്തിൽ ഇരുന്നിട്ട് എനിക്കത് ക്ലിയർ ആകുന്നില്ല എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത്, എന്റെ ഇത്രയും കാലത്തെ നമസ്കാരത്തിൽ ഞാൻ അള്ളാഹുവുമായിട്ട് സംസാരിച്ചത് എന്തായിരുന്നു എന്നാണ്. വലദ്ദാല്ലീൻ എന്ന് കേട്ടാൽ ആമീൻ എന്ന് നമ്മൾ പറയും, പ്രാർത്ഥന സ്വീകരിക്കണേ എന്നാണ്. എന്തു പ്രാർത്ഥനയാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹയിലെ ഈ ഒരു ആയത്തിന്റെ അർത്ഥം പോലും നമുക്കറിയില്ലെങ്കിൽ, എല്ലാവരെയും അല്ല, ആർക്കെങ്കിലുമൊക്കെ അറിയാത്തതുണ്ടാവാം, നാം ചെയ്യേണ്ടത് ഈ റമദാനിൽ വിശുദ്ധ ഖുർആൻ എടുത്തു പഠിക്കാൻ ഞാൻ തയ്യാറാണ്, ഞാൻ ഒരുങ്ങണം. ചില കുറവുകൾ എൻ്റെ ജീവിതത്തിലുണ്ട് എന്നാണ്. നമസ്കാരത്തെ ചേർത്ത് പറയുമ്പോൾ ഒന്നുകൂടി പറയാം. നമസ്കാരം ആരംഭിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരംഭിക്കുന്നു. എന്താ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ? അല്ലാഹു ഏറ്റവും വലിയവനാണ്, ഇത് നമുക്കറിയാം. ചോദിക്കട്ടെ, സമിഅ അല്ലാഹു ലിമൻ ഹമീദ, സമിഅ അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ശരിക്കും ഇവിടെ ഇരുന്നിട്ട് ആലോചിക്കുക, എന്താണ് സമിഅ അല്ലാഹു ലിമൻ ഹമീദ? ഞാൻ പറയുന്നുണ്ടല്ലോ
റുക്കോയിൽ നിന്ന് ഉയരുമ്പോൾ ഞാൻ അത് സംസാരിക്കുന്നുണ്ടല്ലോ എൻ്റെ റബ്ബിനോട്. എന്താണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് കൃത്യമായി അറിയില്ലെങ്കിൽ ഇത്രയും വർഷത്തെ നമ്മുടെ നമസ്കാരം എന്തായിരുന്നു ഞാൻ എൻ്റെ റബ്ബിനോട് സംസാരിച്ചത് എന്ന ചിന്തയിൽ നിന്ന് വിശുദ്ധ ഖുർആൻ പഠിക്കുന്നിടത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണ്ടാവണം എന്നാണ്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 10 ആയത്തുകൾ പഠിച്ചാൽ ആ 10 ആയത്തുകൾ പഠിച്ചതിന്റെ ആശയം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുമായിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും, സൂറത്തുൽ ബഖറ പഠിക്കാൻ വർഷങ്ങൾ എടുക്കേണ്ടി വന്നു. ഇത് ആ ഒരു വരി മനഃപ്പാഠമാക്കാനുള്ളതല്ല, സൂറത്തുൽ ബഖറയുടെ വരികൾ മനഃപ്പാഠമാക്കാനല്ല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വർഷങ്ങൾ എടുത്തത്, മറിച്ച് അതിന്റെ ആശയം ഹൃദയത്തിലേക്ക് കൊണ്ടുവരാനാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ വെറുതെ പാരായണം ചെയ്തു പോകുന്നവരായി നമ്മൾ മാറരുത് എന്ന് കൃത്യമായ ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എത്ര സംവിധാനങ്ങളുണ്ട്, എത്ര സൗകര്യങ്ങളുണ്ട് ആ വിഷയത്തിൽ. വിശുദ്ധ ഖുർആൻ വീണ്ടും അതാ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ, നിനക്ക് നാം അവതരിപ്പിച്ചു തന്ന അനുഗ്രഹീതമായ മുബാറക്കായ ഗ്രന്ഥമാകുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അത് അവതരിപ്പിച്ചു തന്നതെന്നോ, ലിയദ്ദബ്ബറൂ ആയാതിഹി, അതിന്റെ ആയത്തുകളെ കുറിച്ച്, അതിന്റെ ആയത്തുകളെ പറ്റി തദബ്ബുർ നടത്താനാ, ചിന്തിച്ചു മനസ്സിലാക്കാനാണ്. ഈ ഒരു ചിന്തിച്ചു മനസ്സിലാക്കൽ പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്നാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും അതാ വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവര് ഖുർആനിനെ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലയോ? നമ്മോടാണോ ഈ ചോദ്യം എന്നാണ്. ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലയോ? എന്നിട്ട് പറയുന്നത് എന്തറിയോ, അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അതല്ല അവരുടെ ഹൃദയത്തിന് കൂട്ടുകളിട്ട് വെച്ചിരിക്കുകയാണോ? ഹൃദയത്തിന് കൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ എന്നാണ്. ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ ഒരു ചിന്ത വരുന്നില്ല. ഖുർആനിന്റെ പേജുകൾ എടുത്ത് മറിക്കുമ്പോ ചിന്ത വേറെ എവിടെയോ ആണ്, ഖുർആനിലേക്ക് ചിന്ത വരുന്നില്ല. അല്ലെങ്കിൽ അതങ്ങനെ ഓതിപ്പോകുന്നു എന്നതല്ലാതെ ഖത്മ് തീർക്കുക എന്ന ഒരു നിയത്ത് മാത്രമായി മാറുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ തദബ്ബുർ നടത്തുക എന്നത് ആരാണ് പ്രിയപ്പെട്ടവരെ തദബ്ബുർ നടത്തുക? ഈ തദബ്ബുർ നടത്തുന്നതിലേക്ക് നമ്മൾ വരണം എന്നാണ്. ഈ പറഞ്ഞതിനർത്ഥം ഖുർആനിന്റെ വരികൾ പാരായണം ചെയ്യുന്നതിന് പുണ്യമില്ല എന്നൊന്നുമല്ല. അലിഫ് ലാം മീം എന്നു പാരായണം ചെയ്താൽ ഒരു പുണ്യമല്ല, അതിൽ ഇരട്ടി പുണ്യമുണ്ട്. അലിഫിന് പുണ്യമുണ്ട്, ലാമിനുണ്ട്, മീമിനുണ്ട്. ശരി, അത് ഇനി ഒരാൾക്ക് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് മാത്രമേ വായിക്കാൻ കഴിയുന്നുള്ളൂ, കാരണം അത്രയൊന്നും അറബിയൊന്നും പഠിച്ചിട്ടില്ല, പിന്നീട് പഠിച്ചെടുത്തതാണ്, എങ്കിൽ ആ മനുഷ്യന് 2 കൂലിയുണ്ട് എന്നാണ്. ആ ഒരു പാരായണത്തിന്റെ ശ്രമത്തിനും ആ പാരായണം ചെയ്യുന്നതിനും. ഇതൊക്കെ ശരി, ഇതിന്റെ കൂടെ എന്തുണ്ടാകണമെന്നറിയോ? അർത്ഥമറിഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ സമീപിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണമെന്നാണ്. സ്വഹാബിമാരുടെ ചരിത്രം പരിശോധിച്ചു നോക്കൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ല പ്രയാസവും അസുഖവും ഒക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇമാമത്ത് നിൽക്കാൻ ഏൽപ്പിക്കുക അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിക്കും, മോളെ ആയിഷ, വാപ്പാനെ വിളിച്ചു കൊണ്ടുവരൂ, ഇമാമത്ത് നിൽക്കാൻ കൊണ്ടുവരുമെന്ന് പറയുന്ന എല്ലാ സന്ദർഭങ്ങളിലും ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു പറഞ്ഞത് എന്തെന്നറിയോ? ഇന്ന അബൂബക്കറിൻ ഇദാ ഖാമ ഫീ മഖാമിക്, പ്രവാചകരെ, എന്റെ വാപ്പ അബൂബക്കർ അങ്ങയുടെ സ്ഥാനത്ത് ഇമാമത്തായി നിന്നാൽ ലം യുസ്മഇന്നാസ മിനൽ ബുഖാ, കരച്ചിലല്ലാതെ മറ്റൊന്നും ആളുകൾക്ക് കേൾക്കാൻ കഴിയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രത്യേകതയായിരുന്നു, ഖുർആൻ ഓതിയാൽ അങ്ങ് കരയും. നമ്മൾ ഖുർആനിന്റെ ഏത് ആയത്ത് കേട്ടിട്ടാ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായിട്ട് കണ്ണുന്നൊരു തുള്ളി കണ്ണീര് വന്നത്? ഖുർആനിന്റെ ഏത് ആയത്ത് കേട്ടിട്ടാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങിയാൽ കരയുമായിരുന്നു എന്നാണ്. ഇമാമത്തിന് നിന്നാൽ ആളുകൾക്ക് ഓത്ത് കേൾക്കൂലായിരുന്നു എന്നാണ്. ഏതു ആയത്താണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണുകളെ ഈറനണിയിപ്പിച്ചത്? എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? എന്തു പറയുന്നു എന്ന് നമുക്കറിയുന്നില്ല. നരകത്തെ കുറിച്ചാണോ അറിയുന്നില്ല, സ്വർഗത്തെ കുറിച്ചാണോ പറയുന്നത്, രക്ഷശിക്ഷകളെ കുറിച്ചാണോ പറയുന്നത്, ദൃഷ്ടാന്തങ്ങളെ കുറിച്ചാണോ പറയുന്നത്, സത്യവിശ്വാസികളെ കുറിച്ചാണോ പറയുന്നത്, ഗണങ്ങളെ കുറിച്ചാണോ പറയുന്നത്? അറിയുന്നേയില്ല. വെറും വായനയിൽ മാത്രം ഒതുങ്ങുന്നു എന്നാണ്. ഈ റമളാനിൽ പ്രിയപ്പെട്ടവരെ മാറ്റമുണ്ടാകണമെന്നാണ് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇന്നമൽ മുഅ്മിനൂന, തീർച്ചയായിട്ടും സത്യവിശ്വാസികളാണ്, അല്ലദീന, അവരെങ്ങനെയുള്ളവരാണ്, ഇദാ ദുകിറല്ലാഹ്,
അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, ഓർമ്മിക്കപ്പെട്ടാൽ, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയമങ്ങ് നടുങ്ങിപ്പോകും. നമ്മുടെ ഹൃദയം നടുങ്ങുന്നുണ്ടോന്നാ. തൊട്ടുശേഷം ഇങ്ങനെ പറയാൻ, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ കേൾപ്പിച്ചു കൊടുത്താൽ, സാദതുഹും ഈമാന, അവരുടെ ഈമാനങ്ങ് വർദ്ധിക്കും. ഏതായത്ത് കേട്ടിട്ടാ കൂട്ടരെ നമ്മുടെ ഈമാൻ വർദ്ധിച്ചത്? നല്ല ഈണത്തിൽ ഓതുന്ന ഒരു ഖാരിയിന്റെ പിറകിൽ ഇങ്ങനെ നിൽക്കുമ്പോ ആ താളത്തിനൊത്ത് അങ്ങനെ പോകുമെന്നല്ലാതെ ഏതായത്ത് കേട്ടിട്ടാണ് കണ്ണുകൾ നിറഞ്ഞത്? ഏതായത്തുകൾ കേട്ടിട്ടാണ് പ്രിയപ്പെട്ടവരെ ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായത് എന്നാണ്? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ഖുർആനുമായിട്ടുള്ള ബന്ധം ശരിയായിട്ടില്ല എന്നാണ്. ആ ഖുർആനുമായിട്ടുള്ള ബന്ധം പ്രിയപ്പെട്ടവരെ ശരിയാക്കണമെന്നാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ സംസാരിക്കാണ്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ, ഈ ഖുർആൻ എങ്ങാനും ഒരു പർവ്വതത്തിന് മുകളിൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ, ലറഅയ്തഹു, നിനക്ക് കാണാമായിരുന്നു, ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് പേടിച്ചുകൊണ്ട് അത് പൊട്ടിപ്പിളരുന്നത് നിനക്ക് കാണാമായിരുന്നു. ഖുർആൻ അവതരിച്ചത് പക്ഷെ പർവ്വതത്തിന്റെ മുകളിലല്ല, നമ്മുടെ ഹൃദയത്തിലേക്കാണ്. ആ പൊട്ടിപ്പിളരുന്ന പർവ്വതത്തിനെ പോലെ നമ്മുടെ ഹൃദയത്തെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. വലിയൊരു കാറ്റ് വീശിയാൽ തകർന്നു പോകാത്ത കഠിനമായ പർവ്വതത്തിന്റെ മുകളിലേക്കാണ് ഖുർആൻ ഇറങ്ങിയിരുന്നത് എങ്കിൽ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് വിനീതദാസനായി ആ പർവ്വതം പൊട്ടിത്തകർന്നു പോകുമായിരുന്നു എന്നാണ്. പക്ഷേ ഖുർആൻ ഇറങ്ങിയത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിലേക്കാണ്. ആ ഖുർആൻ ഹൃദയത്തിലേക്ക് ഇറങ്ങി എന്ന കാരണത്താൽ ഹൃദയത്തിൽ എന്തു മാറ്റമുണ്ടായി എന്നാണ്. എന്തേ മാറ്റങ്ങൾ ഉണ്ടാവാത്തത്? എന്താണ് ഈമാൻ വർദ്ധിക്കാത്തത്? എന്താണ് വിശുദ്ധ ഖുർആനിലെ നമസ്കരിക്കുന്ന ആളുകൾക്കാണ് നാശമെന്ന എന്ന ആ ഒരു സൂറത്ത് ഇമാമിന്റെ പിറകിൽ നിന്ന് കേൾക്കുമ്പോൾ പോലും, വവൈലുൽ മുസല്ലീൻ എന്ന് പറയുമ്പോൾ പോലും നമസ്കാരത്തിലേക്ക് ഒരു ഈമാൻ കൊണ്ടുവരാൻ, ഖുശൂ കൊണ്ടുവരാൻ എന്താ കഴിയാത്തത്? നമുക്കർത്ഥം അറിയുന്നില്ല എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ റമദാനിൽ അർത്ഥമറിഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നാം തയ്യാറാവണം. സാഹചര്യങ്ങളുണ്ട്, തഫ്സീറുകളുണ്ട്, പരിഭാഷകളുണ്ട്. അതെടുത്തുകൊണ്ടൊരു വായന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. കാരണം ഖുർആൻ അർത്ഥസഹിതം പഠിച്ചാൽ ജീവിതത്തിൽ മാറ്റമുണ്ടാകും, ഒരു സംശയവുമില്ല. 2 ഉദാഹരണങ്ങൾ പറയാം. ഒന്നാമത്തെ ഉദാഹരണം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ നാടുകളിലൊക്കെ മരിച്ച സ്ഥലത്ത്, മരണ വീട്ടിൽ യാസീൻ സൂറത്ത് വലിയ പ്രാധാന്യത്തോടു കൂടി പാരായണം ചെയ്യാറുണ്ട്. സൂറത്ത് യാസീൻ പാരായണം ചെയ്യാറുണ്ട്. സുന്നത്തിന് വിരുദ്ധമാണ്. അങ്ങനെ പ്രത്യേകിച്ച് പാരായണം ചെയ്യണമെന്നോ ഇന്ന സൂറത്ത് പാരായണം ചെയ്യണമെന്നോ നിർദ്ദേശമേ ഇല്ല. എന്നാൽ ആ ഓതുന്ന മനുഷ്യനാവട്ടെ സൂറത്തു യാസീൻ അർത്ഥമറിഞ്ഞുകൊണ്ട് ഒരു തവണയെങ്കിലും പാരായണം ചെയ്തിരുന്നുവെങ്കിൽ, അതിന്റെ 70-ാമത്തെ ആയത്തിലൂടെ ആ മനുഷ്യൻ ഇങ്ങനെ പാരായണം ചെയ്തു പോകുമ്പോൾ അവന് കേൾക്കാൻ കഴിയും, അവന് വായിക്കാൻ കഴിയും. ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ, ജീവനുള്ളവർക്ക് താക്കീത് നൽകുന്നതിന് വേണ്ടി അത്രേ ഇത്. ഖുർആനിനെ കുറിച്ച് പറയാൻ, ലിയുൻദിറ മൻ കാന ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. ഇതെവിടെയാണ് പാരായണം ചെയ്യുന്നത്? മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ പരിസരത്ത് നിന്ന്, തലഭാഗത്തിരുന്ന്, കാൽഭാഗത്തിരുന്ന് സൂറത്തു യാസീനിന്റെ 70-ാമത്തെ ആയത്തും ഇങ്ങനെ പാരായണം ചെയ്തു പോകും. എന്താ അർത്ഥം? ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാണ് കേട്ടോ. ഇതെപ്പോ ഓതേണ്ടതാ? ജീവിച്ചിരിക്കുമ്പോ ഹൃദയത്തിലേക്ക് കൊണ്ടുവരേണ്ടതാ. ഇത് അർത്ഥസഹിതം വായിച്ച ഒരാൾ പിന്നെ എന്താ പറയാ? ഇത് ഇവിടെ വെച്ച് ഓതേണ്ടതല്ല എന്നല്ലേ പറയാ. അതുകൊണ്ടാ കൂട്ടരെ, അർത്ഥമറിഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ സമീപിച്ചാൽ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. ഈ ആയത്ത് കൃത്യമായി അർത്ഥം വെച്ചു പഠിച്ചു, അതിന്റെ തഫ്സീറുകൾ പരിശോധിച്ചാൽ ആ മനുഷ്യൻ പിന്നെ ആ ഓത്തിന് വേണ്ടി പോകൂല. 2-ാമത്തെ ഒരു ഉദാഹരണം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഗൈബ് അറിയില്ല. അള്ളാഹു അറിയിച്ചു കൊടുത്തതല്ലാതെ മറ്റൊന്നും അറിയില്ല. ഉഹുദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കൾ കുഴിച്ച വാരിക്കുഴി തിരിച്ചറിയാതെ ആ വാരിക്കുഴിയിൽ വീഴുന്നുണ്ട്. അവിടുത്തെ മുൻപല്ല് പൊട്ടിപ്പോകുന്നുണ്ട്. പടത്തൊപ്പിയുടെ ആണി മുഖത്ത് തറക്കുന്നുണ്ട്. ഈ പാടുകളുമായിട്ട്, പൊട്ടിയ പല്ലുകളുമായിട്ടാണ് അവിടുന്ന് ഈ ലോകത്തിൽ നിന്ന് വഫാത്താകുന്നത്. തൊട്ടു മുന്നിൽ ശത്രുക്കൾ കുഴിച്ചു വെച്ച കുഴി പോലും തിരിച്ചറിയാൻ
അള്ളാഹു അറിയിച്ചു കൊടുത്താലല്ലാതെ അസ്റഫുൽ ഖൽഖായ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച നമ്മുടെ നേതാവായ നാം ഉമ്മയെക്കാളും ഉപ്പയെക്കാളും സ്നേഹിക്കേണ്ടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അറിയില്ല എന്നാ വിശുദ്ധ ഖുർആൻ ഇതിങ്ങനെ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ പറയുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സൂറത്തുൽ അഅറാഫിലൂടെ സംസാരിക്കുന്നു. വലൗ കുൻതു അഅലമുൽ ഗൈബ, എനിക്കെങ്ങാനും മറഞ്ഞ കാര്യങ്ങൾ അറിയുമായിരുന്നെങ്കിൽ ലസ്തക്സറുതു മിനൽ ഖൈർ, ധാരാളം നന്മകൾ എനിക്ക് നേടിയെടുക്കാമായിരുന്നു. വമാ മസ്സനിയസൂ, എന്നെ തിന്മകളൊന്നും ബാധിക്കില്ലായിരുന്നു എന്ന് നബിയെ പറഞ്ഞു കൊടുക്കുക. സൂറത്തുൽ അഅറാഫിന്റെ 188 ആയത്തിൽ നമുക്കിത് കാണാൻ കഴിയും. ഇത് വായിച്ച ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അള്ളാഹു അറിയിച്ചു കൊടുത്താലല്ലാതെ അറിയില്ല എന്ന് ഖുർആൻ പറയാൻ. പിന്നെ എങ്ങനെയാണ് ഒരു ജാറത്തിങ്കൽ ചെന്ന് തന്റെ നഷ്ടപ്പെട്ട ഇന്ന പണത്തിന് വേണ്ടി, നഷ്ടപ്പെട്ട വസ്തുവിന് വേണ്ടി മറ്റൊരാളുടെ മുന്നിൽ ചെന്ന് സുജൂദ് ചെയ്യലോ തട്ടം പുതപ്പിക്കലോ അവിടെ ഏതെങ്കിലും രൂപത്തിലുള്ള ആ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അറിയില്ല. ബിഇറു മഊന സംഭവം നമുക്കറിയില്ലേ? ഖുർആനിനെ ഹൃദയത്തിലേറ്റിയ 70 സ്വഹാബാക്കളെ കുറച്ച് ആളുകൾ വന്നിട്ട് നബിയെ, ഞങ്ങളുടെ നാട്ടില് ഖുർആൻ പഠിപ്പിക്കാൻ കുറച്ച് ആളുകൾ വേണമെന്ന് പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 70ഓളം ഖാരികളെ, ഖുർആൻ പഠിച്ച ആളുകളെ ആ മനുഷ്യരുടെ കൂടെ പറഞ്ഞയച്ചു. അവരെന്താ ചെയ്തത്? ദൂരെ മരുഭൂമിയിലെത്തിയപ്പോൾ ആ സ്വഹാബാക്കളെ മുഴുവൻ കൊലപ്പെടുത്തി കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയുമായിരുന്നെങ്കിൽ, എന്റെ സ്വഹാബാക്കളെ കൊണ്ടുപോകുന്നത് കൊലപ്പെടുത്താനാണ് അറിഞ്ഞിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്കുമായിരുന്നോ കൂട്ടരെ? ഇല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഗൈബ് അറിയില്ല, അള്ളാഹു അറിയിച്ചു കൊടുത്താലല്ലാതെ എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ നമ്മുടെ നാടുകളിലുള്ള ആൾ ദൈവങ്ങളുടെ അടുക്കലേക്കും ഏതെങ്കിലും ബീവിമാരുടെ അടുക്കലേക്കും ഏതെങ്കിലും ഖബറിങ്ങളിലേക്കും ജാറത്തിങ്ങളിലേക്കും പള്ളിയിലേക്കും നമ്മുടെ ഭാവി അറിയാൻ, നമ്മുടെ ഭൂതമറിയാൻ, നഷ്ടപ്പെട്ടു പോയതിനു വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി എങ്ങനെയാണ് ഇത്തരം സങ്കേതങ്ങളിലേക്ക് കടന്നു ചെല്ലുക? ഈ വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ അഅറാഫിലെ 188 ആയത്ത് ഒരു തവണയെങ്കിലും അർത്ഥം വെച്ച് വായിച്ചൊരു മനുഷ്യൻ ഒരു ജാറത്തിലേക്കും പോകില്ല. ഇതാണ് വിശുദ്ധ ഖുർആൻ അർത്ഥം വെച്ച് പഠിച്ചാൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ മാറ്റമുണ്ടാകുമെന്നതിന്റെ തെളിവ്. 2 ഉദാഹരണം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എത്രയെത്ര ഉദാഹരണങ്ങൾ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്താൻ കഴിയുമെന്നാണ്. അതുകൊണ്ട് ഈ റമദാനിൽ മാറ്റമുണ്ടാവണം. ഖുർആൻ ഖത്മ് തീർക്കാം, പുണ്യമുണ്ട്, ശരി. പക്ഷേ അതിൻ്റെ അർത്ഥം പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, പരിഭാഷകളുണ്ട്, വാങ്ങാൻ കഴിയും, പള്ളികളിലുണ്ട്, സൗജന്യമായി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും, മൊബൈൽ ഫോണിലുണ്ട്. ഒന്നർത്ഥം വെച്ച് വിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ ഈ റമദാനിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എത്രയോ സംവിധാനങ്ങൾ ഖുർആൻ പഠിക്കാനുള്ള പല നിലക്കുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. ഈ പള്ളിയുമായി കേന്ദ്രീകരിച്ചുണ്ട്. വ്യത്യസ്ത രൂപത്തിൽ നമ്മുടെ മഹല്ലകളിലുണ്ട്. അത് പിന്നെ SLRC ആവാം, QHLSകളാവാം, ഇതല്ലാതെ ഖുർആൻ പഠന സംരംഭങ്ങളാവാം, ചില മത്സരങ്ങളാവാം, വെളിച്ചമാവാം, ബാലവെളിച്ചമാവാം, ഇതൊക്കെയുണ്ട്. ഇതൊക്കെ ഖുർആനിന്റെ അർത്ഥം ഹൃദയത്തിലേക്ക് കൊണ്ടുവരാനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണ്ടാവണം. ഈ റമദാനിൽ ഖുർആനിന്റെ ആളുകളായി, ഖുർആൻ അർത്ഥമറിഞ്ഞ് പഠിച്ചു ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന ആളുകളായി ഈ റമദാനിൽ മാറാൻ, തുടർന്നുള്ള ജീവിതത്തിൽ വലിയൊരു വിപ്ലവം ഉണ്ടാക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. ആ വിശുദ്ധ ഖുർആനിന്റെ ഹുദ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്തു നിർത്താൻ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച ഈ വിശുദ്ധ റമദാനിൽ നാം സാധ്യമാകണം. നമ്മുടെ വീടുകളിൽ ചെന്ന് പകർന്ന് ഈ സന്ദേശം കൊടുത്ത് നമ്മുടെ വീടുകളിലെല്ലാവരും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത് അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യുക എന്ന സന്ദേശത്തിലേക്ക് വരാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.